अभी किधर से आता है? स्कूल 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 किधर है? है ना? ओ आप लोग का घर किधर है? ഓ സ്കൂള് ചോദിച്ചപ്പോൾ ഒരു മലയിലേക്കും വീട് ചോദിച്ചപ്പോൾ മറ്റൊരു മലയിലേക്കും ചൂണ്ടിക്കാണിച്ചു തന്നു. ആ രണ്ട് മക്കൾ ഈ പാലത്തുമ്പോൾ അങ്ങനെ നിൽക്കട്ടോ. ചെറിയ കുട്ടികളാണ് ഇവർ. ഇതിൻ്റെ മുകളിലേക്ക് എന്നോട് പറയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പറയാം കേട്ടോ. അവർക്ക് കയറാൻ പറ്റുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ആക്കി കൊടുക്കുമെന്ന് ചോദിക്കുകയാണേ. അപ്പം ഞാൻ പറഞ്ഞു അതിൽ വണ്ടി വരും, അതിൽ നടക്കാൻ പറ്റില്ല, ഈ വഴി നടന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താ കേട്ടോ. ചെറിയ കുട്ടികളാണ്, അവർ ഒറ്റയ്ക്ക് നടന്നു പോകുന്നു. ഇവിടെ ഒന്നും വേറെ ഒന്നും ആൾക്കാരൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ജസ്റ്റ് അവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. വരുന്ന വഴിക്ക് ചായ കുടിച്ചിട്ട് ചുമ്മാ ഈ പാലം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു വന്നതാണ്. ഇവിടെ ഒരു പാത്രം ഉണ്ടാക്കുന്ന ആളെ കണ്ടിട്ടുണ്ട്. രാവിലെ നീച്ച് പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ്. ഹിമാലയൻ പാത്രം അവിടെ ഉണങ്ങി കിട്ടിയോ? ഇനി കുക്കർ ഉണങ്ങാനുണ്ട്. രാവിലെ എണീറ്റപ്പോൾ ഈ സ്ഥലം കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെയിലായിപ്പോയി. രാവിലെ എണീറ്റ് ചോറ് വെച്ചിട്ട് തലേ ദിവസം ബാക്കിയായ ചിക്കൻ കറിയും കൂട്ടി കഴിച്ച് പെട്ടെന്നാവാൻ വേണ്ടി പാത്രങ്ങളൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കി വേഗം റെഡിയായിട്ട് ഇറങ്ങി കാഞ്ചൻജംഗയുടെ താഴ്വരയിലെ യുക്സോമിൽ നിന്ന് പുറപ്പെട്ടിട്ട് വെൽക്കം ടു ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് സിക്കിം എന്നെഴുതിയ കവാടൊക്കെ കടന്ന് എങ്ങോട്ടെന്നൊരു പ്ലാനും ഇല്ലാതെ വെസ്റ്റ് സിക്കിമിൻ്റെ സൗത്ത് സൈഡിലേക്കുള്ള റോഡിലൂടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പാലത്തിൽ വെച്ചിട്ട് നമ്മൾ ഈ കുട്ടികളെ കണ്ടത്. അവരെ വീട്ടിൽ പോയാലോ? അവരെ വീട് അവിടെ ഉണ്ട്, ഇതാ കാണുന്ന വീട്. ഉപ്പുമാവോ ചായയോ എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവരോട് സംസാരിച്ചിട്ട് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എന്തായാലും അവരുടെ കൂടെ നടന്ന് നമ്മൾ അങ്ങനെ പുഴയുടെ അക്കരെ എത്തി. ഇവിടെ അങ്ങോട്ട് അകത്തേക്കൊരു വഴി കാണും കേട്ടോ. ആ വഴിയിലൂടെ ആയിരിക്കും ഇവർക്ക് പോകേണ്ടി വരിക. അപ്പോൾ ഇവർക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കുമോ ചോദിച്ചു ചെറിയവൻ. അപ്പോൾ ഇതവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടുന്ന് വല്ല മുട്ടായി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ എത്തിയപ്പോൾ അവന്മാർ കൂളായിട്ട് അതിൻ്റെ അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇത് ഇനി ഇവരെങ്ങാനും കട തന്നെയാണോ? മാർക്കറ്റിംഗ് ആണോ ഇനി? അവിടെ നിന്ന് നമ്മളിവിടെ വിളിച്ചിട്ട് വന്നിട്ട് അവർക്കൊരു ഇതുമില്ലാത്ത കൂളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഈ മിഠായി എത്ര വേണ്ടത്? ഇവിടെ ഓടി വന്നിട്ട് കാണിച്ചെന്നുണ്ടോ ഒരു തോക്കിന്റെ ഷേപ്പിലൊരു മിഠായി. കൈസ ഖായേഗാ? അതാ വായിലേക്ക് വെടിവെക്കുന്നു. അത് നോക്ക്, ഇത് വെറൈറ്റി മിഠായി കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. വായിലേക്ക് വെടിവെക്കുന്നു. ആണോ? അത് ഇവിടുത്തെ അല്ലേ? ഇവിടുത്തെ ഈ കടയിലത്തെ കുട്ടികൾ. അതാ അവന്റെ കൂടെ ഉള്ളതാണ്. ഹായ്, टेस्टी टेस्टी है? अच्छा टेस्ट है? अच्छा है? ഇതൊരു നമ്മുടെ നാട്ടിൽ കള്ള് ഷാപ്പൊക്കെ പോലത്തെ സംഭവം കൂടിയാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ആൾക്കാർ വെള്ളം അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് കട. അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം വിശാലമായ കടയാണ് അല്ലേ? സൂപ്പർ മാർക്കറ്റാ. അങ്ങനെ തോക്കുമിഠായൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും അവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷെ വണ്ടി എന്ത് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ വഴിക്ക് വണ്ടി പോകില്ല അത്രേ. വണ്ടി ഇവിടെ കടക്കാരോട് പറഞ്ഞിട്ട് പോവാണെങ്കിൽ കടക്കാരോട് പറഞ്ഞിട്ട് അവസാനം കടക്കാരനോട് പറഞ്ഞിട്ട് വണ്ടി കടയുടെ മുമ്പിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവരുടെ പുറകെ പോയി. ഇവരെന്തോ നമ്മളോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാകുന്നില്ല. അവർ ഇവരുടെ ഭാഷയിലാണ് ചോദിക്കുന്നത്, ഹിന്ദി. ഏകദേശം അരമണിക്കൂർ നടക്കണമെന്നാണ് വേറെ ആ കടേൻ്റെ അവിടുന്ന് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇത്രയും ചെറിയ കുട്ടികൾ നോക്കി ഒറ്റക്ക് അങ്ങനെ നടക്കുന്നത്. നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ കുറിച്ചിട്ട് എത്രത്തോളം വേവലാതി ആയിരിക്കും. അങ്ങനെ ഒരു പാലത്തിൽ കൂടിയൊക്കെ നടന്നു വരിക. ഇത് കണ്ടോ, ഈ വഴിയൊക്കെ കണ്ടോ? UKG എന്ന് പറയുമ്പോൾ എത്ര വയസ്സുണ്ട് അവർക്കൊരു? 5 വയസ്സ്. 5-6 വയസ്സുണ്ടാവും. 5 വയസ്സ് തന്നെ ആയിരിക്കും. 5 വയസ്സ് മാക്സിമം. രണ്ടാളും UKG-ലാത്ത. കുറെ എത്തിയപ്പോൾ കുട്ടികൾ ഓടുന്നു. ഇത് നല്ല പൊക്ക് പോയി. അവർ പോകുന്ന വഴിയില്ലേ, ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര വലിയ ആഴത്തിലാണ് കേട്ടോ. വലിയ കൊക്ക പോലെ താഴെയാണ് പുഴ. അവിടെ എത്തിയതാ. പിള്ളേർ പോയി. ഇപ്പോൾ കൊടുങ്കാട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ടോ. പിള്ളേരായിരുന്നു നമുക്ക് ധൈര്യം. അവരോടിപ്പോയി. നല്ല കാടാണേ. നോക്കി,
ഈ വഴിക്ക് 5 വയസ്സ് 2 കുട്ടികൾ ഞാൻ നടന്നു പോവാ. നമ്മളൊക്കെ വിടുവോ അല്ലേ? എന്താ റാണക് എനിക്ക് അങ്ങനെ പറഞ്ഞാലും മനസ്സിലായത് ഈ വില്ലേജിന്റെ പേരാ? ഈ ഗ്രാമത്തിന്റെ പേര്. ആ, നമ്മൾ അവിടെ കണ്ട വില്ലേജിന്റെ പേര് റാലക്ക് എന്നായിരുന്നു. ഇത് റാണക്ക് അല്ലേ? അപ്പോൾ പിന്നെ അതിന് ഏകദേശം സാമ്യമുണ്ട്. ഇതേ ഒരു പാലം, താഴത്തൊരു വെള്ളച്ചാട്ടം. ഓ അടിപൊളി. അതൊക്കെ ഷോ, എന്താ സ്ഥലം. ആ കുട്ടികളെ ഈ പരിസരത്തൊന്നും കാണാമല്ലോ കേട്ടോ. എന്താ ബൈക്ക് പോലും വാങ്ങാൻ പറ്റത്തില്ല. ശരിയാ ഒരു ബൈക്ക് പോലും വരാത്ത ഗ്രാമമാണ് കേട്ടോ. പയ്യണ്ടായിട്ടോ. ലാസ്റ്റ് കുറച്ച് സമയം നല്ല കയറ്റായിരുന്നു. കുട്ടികൾ എപ്പോഴോ വീടെത്തിയിട്ടുണ്ടാവും. ഇതേ ഇപ്പോൾ ഒരു വില്ലേജിൻ്റെ സ്റ്റാർട്ടിങ് എത്തിയ പോലെ ഉണ്ട്. പക്ഷെ എങ്ങനെ ചോദിക്കും ആ കുട്ടികൾ ഏത് വീട്ടിലാണെന്ന്? വടിയെടുത്ത ആൾക്കാർ നിൽപ്പുണ്ടാവും. അയ്യോ, അൻമോൻ അവൻ്റെ പേര് കേട്ടോ. മറ്റേ കുട്ടീൻ്റെ പേരെന്താ? പെൺകുട്ടിയുടെ ജിനിസി. ആ അല്ല, അൻമോന്ന് എന്താ പറഞ്ഞത്. ഇതേ നമ്മളാ കുട്ടികളെ കണ്ട പാലം കണ്ടോ? അത് ഇതാണ് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോഴാണ് കണ്ടത് ആ വില്ലേജ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വഴിക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആ ഭാഗത്ത് എവിടെ ഒരു വില്ലേജ് ഉണ്ടെന്നാണ്. ഇതാവാൻ സാധ്യതയില്ല. ഇല്ലില്ല, എനിക്ക് തോന്നുന്നത് അപ്പുറത്താന്നാണ്. അവിടെ ചേച്ചി നിൽപ്പുണ്ട്, എന്തോ ജോലി ഇട്ട്. അവരോട് ചോദിച്ചു നോക്കാം. ചേച്ചിയോട് ഇപ്പം എന്ത് ചോദിക്കും? മറ്റേ ജഗതി ചോദിച്ചമാര് 2 കുട്ടികൾ ഇതുവഴി പോയത് ദേക്കി ഏക്കിലെടുക്ക ഇതുവഴി പോയത് ദേക്കി. ഈ ചേച്ചി ഇവിടെ ചാണകം വൃത്തിയാക്കുക അങ്ങനെ എന്തോ ഒരു പണിയിലാണ്. ജിനിസി നമ്മൾ ആ വീഡിയോ എടുത്തത് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചേ ഈ കുട്ടികൾ ഇതിലെ പോയോന്ന്. വീണ്ടും മറ്റേ ഡയലോഗ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും. അപ്പൊ പെൺകുട്ടി എന്റെ മോളാണെന്ന് തന്നെ പുള്ളിക്കാരി പറഞ്ഞു. പക്ഷെ ആ പയ്യൻ വേറൊരു വീട്ടിലാണ് അത്രേ. ആ വീടാണ് ചൂണ്ടിക്കാണിച്ചെന്ന് കേട്ടോ. ഇവിടെ ഈ ഒരു വീട് തന്നെ കാണാനുള്ളൂ. മുകളിലേക്ക് വേറെയും വീടുകൾ ഉണ്ടാവുമായിരിക്കും. മോളെ ജിനിസി, ഒരു പട്ടി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ നിൽക്കാൻ കേട്ടോ. ഒന്ന് കുരക്കടാ, ഒന്ന് പ്ലീസ് കുരക്കടാ. നീ മുമ്പ് കണക്ക്. ആ മെരിങ്ങിയ? ഓ, കിടന്ന് ഉരുളുന്നവൻ. ഇത്രക്ക് അങ്ങോട്ട് മെരുങ്ങേണ്ടിയിരുന്നില്ല. വേണ്ട നീ ജേഴ്സിനെ കണ്ടുപിടിക്ക്. മോളെവിടെ? എന്തായാലും ഒന്ന് തീരുമാനമാകുന്നവരെ ഇവിടെ ഇരിക്കാം. ഇതാണ് ജെൻസിയുടെ വീടെന്ന് പറഞ്ഞത്. ഇതാ വീടെന്ന് പറഞ്ഞു. ആ, മോള് പുറത്തേക്ക് വരട്ടെ, അതുവരെ ഇവിടെ ഇരിക്കാം. ഓയ്യാ, മുറ്റത്ത് പുല്ലൊക്കെ വെച്ച ഒരു കുഞ്ഞു വീട്, നല്ല ഭംഗിയുള്ള വീട്. ഇവിടെ എല്ലാ വീടും സൂപ്പർ അല്ലേ? വലിയ കാശ് കൊടുക്കൊന്നുമില്ലെന്ന് ഇതുണ്ടാക്കുന്നത്. അതാണ് 1 ലക്ഷം രൂപയ്ക്ക് താഴെ. അവിടെ എത്രയെന്ന് പറഞ്ഞാൽ 80,000 രൂപ. ആ, അന്നൊരു സ്ഥലത്ത് പോയി ചോദിച്ചപ്പോൾ അവർക്ക് 90,000 രൂപ. 80-90 അത്ര ആയിന്നാ പറഞ്ഞത്. ഒരു വീട് പണിയാണ്, ഫുൾ വീട് പണിയാണ്. പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. ഇതിനകത്ത് ആരുണ്ട്? നമ്മളിരിക്കുന്ന വീടിനകത്ത് ആരുണ്ട്? ആ, കള്ളന്മാര്. ആ, അവര് വേറെ വഴിക്ക് വന്നേ. വേറെ വഴി കണ്ടില്ലല്ലോ. എന്താണ്? എനിക്ക് മനസ്സിലായി. അവര് നേപ്പാളി കൂട്ടിട്ടാ പറയുന്നത്. 2 മാച്ചി. 2 എന്തോ ഉണ്ട്. ആടാണോ പശുവാണെന്നുള്ള കുടുങ്ങി. ഇംഗ്ലീഷ് ഗരായ. വാട്ട് ഈസ് ഗരായ? മിഠായി പൊളിച്ചിട്ടോ? എന്നാലും വെടിവെക്കുന്നു. പട്ടിന്റെ വായിലേക്ക് അടിച്ചു കൊടുക്കണതാ. കണ്ണു जिनिसी वो भूल गया गांव का नाम क्या बोला? रानक।
ആ ഓക്കെ ഓക്കെ റനക്ക്. അല്ല ആ ചേച്ചി ഇങ്ങോട്ട് കയറി വന്നിരുന്നില്ലേ? വന്ന് എത്തിയില്ല? അവിടെ ഇരിക്കാം. വഴിയിൽ കണ്ടേ ആ സിമെന്റ് കൊണ്ടുവരുന്നേ. ആ ഓക്കെ ഓക്കെ ശരി. മോള് കണ്ടോ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ആരുമില്ല, പക്ഷേ സ്വന്തമായിട്ട് ഉത്തരവാദിത്വത്തോടെ ഉള്ളിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ നമ്മുടെ ജിനിസി കുട്ടി. ശരിക്കും ഇതേ ഇവരുടെ ഈ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ഏറെക്കുറെ അവരുടെ സ്കൂൾ നിൽക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ കാണാം കേട്ടോ. പക്ഷെ അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് ഇതേ ആ വഴി അങ്ങനെ പോയിട്ട് അവിടെയാണ് ആ പാലം. ആ പാലം കടന്നിട്ട് ഇങ്ങനെ ചുറ്റി കാട്ടിക്കൂടി ഇങ്ങനെ വന്നിട്ട് വേണം. ഏകദേശം അരമണിക്കൂറിലേറെ നടക്കണം അല്ലേ? അരമണിക്കൂർ നടക്കാനല്ലേ പുള്ളി പറഞ്ഞേ? അവിടുന്ന് ഓ അപ്പോൾ ഏകദേശം 1 മണിക്കൂർ നടക്കാനുണ്ടാവും. നമ്മളെ പയ്യൻ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുണ്ട് കേട്ടോ. അവിടെ വേറെ എന്തോ കാണാനുണ്ടോ? മോൾ അവിടെ മിഠായി നിന്നോണ്ടിരിക്കുന്നുണ്ട്. തോക്കിനകത്ത് ഇപ്പൊ പച്ചവെള്ളം നിറച്ചിട്ട് അതാണ് അതിന്റെ ഒരു ഉപയോഗം അല്ലേ? ഓ ലാസ്റ്റ് വാട്ടർ ഗണ്ണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങോട്ടേക്ക് പോകുന്നേ? എടാ ഇവിടെ വീടിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവര് നേപ്പാളി ഭാഷ മാത്രമേ കേട്ടോ സംസാരിക്കുന്നുള്ളൂ. നമുക്കൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല, എന്താ പറയുന്നത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആലോചിച്ച് നോക്കിയാൽ അത്രയും പ്രായമുള്ള അവരൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ ഇത്രയും ദൂരം നടന്നു തന്നെ വേണം അവർക്ക് ആ മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ. ഇതേ ഇവിടെ ഓ മൊയലിനെ കാണിച്ചു തരാൻ വേണ്ടി വന്നാ നേരത്തെ പറഞ്ഞില്ലേ? അതാണ് സംഭവം. അതാ മൊയലിനും മുട്ടായി കൊടുക്കണം. ഈ ചെക്കനെ കൊണ്ട് തോറ്റു. അവൻ തിരിഞ്ഞടിക്കാണല്ലോ. അവന് വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഗർക്ക് മനസ്സിലായ അവന് വീട്ടിൽ പോകണമെന്നൊരു ചിന്തയല്ല. നമുക്കാണെങ്കിൽ അവൻ്റെയും കൂടി വീടൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. നീ ഇരുട്ടായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയും മുകളിലേക്ക് വീടുകളുണ്ട് കേട്ടോ. കയറി ഇതാ നമുക്ക് അവിടുന്ന് കാണുന്ന ലാസ്റ്റ് വീട് ഇതാണ് കേട്ടോ. ഇതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ചെക്കൻ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ഇവിടുന്ന് പിന്നെ ഇതേ അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എടാ ഇനി വീടൊന്നും കാണാനല്ലോ. ഈ കള്ളൻ നമ്മളെ പറ്റിക്ക. ഇവനെ പിന്നെയും കാണാതായി. ഞങ്ങളിത് തിരയാണ്. അപ്പൊ ഇനി മരത്തിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുന്നത്. പറ്റിക്കുന്നതാണ്. വീട്ടിലേക്ക് തന്നെ എല്ലാവരും പോണെന്ന് ചോദിച്ചു നോക്ക്. ചിലപ്പോ നമുക്ക് ഈ മല മൊത്തം നടന്ന് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുപോയിരിക്കും. അല്ലേ ഇതേ ആ താഴെന്നപ്പോ ഇവിടെയാണ് ആ വീട് കേട്ടോ, പെൺകുട്ടീൻ്റെ വീട്. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ തൊട്ടടുത്തായിരിക്കുന്നത്. പക്ഷേ ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്താനായി. ഹനുമാനെ വീണ്ടും കാണാനില്ല കേട്ടോ. ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? എവിടെ പോയി? എടാ കളാ വാ. അതിന് രസം പിടിച്ചു. ദേ അവിടെ ഒരു വീടിന്റെ ലക്ഷണം കാണുന്നുണ്ട്. ചെറിയൊരു മണമൊക്കെ കിട്ടുന്നുണ്ട് വീടിന്റെ. ഒരു സമാധാനം. പോണ വഴിക്ക് ഓരോ ബീൻസൊക്കെ പറിച്ച് കഴിക്കുന്നതുകൊണ്ടാണ് പിടിച്ചിരിക്കണേ. ഓ ഒരു വീടുണ്ട്. അപ്പുറത്തൊരു വീടുണ്ട്. അതിലേതെങ്കിലും ഒന്നും ആയിരിക്കണേ. എന്നെ പിടിച്ചോ. അയ്യോ ചെക്കനൊരു കുഴപ്പമില്ല. അവൻ പയറ് പോലെ നടക്കുന്നു ഇരിക്കുന്നു. ഇതാണ് കേട്ടോ അവൻ്റെ വീട്. നമ്മൾ ഈ കണ്ടത് തന്നെയാണ്. ആള് വീട്ടിലെത്തി ഇതാ ഡ്രസ്സൊക്കെ മാറ്റുന്നു. ആരുമില്ലേ? ഡ്രസ്സൊക്കെ ബാഗിൽ തന്നെ നടക്കാണല്ലോ. ഇതെങ്ങോട്ടാ? ഓ അവൻ ധരിക്കാതെ ഡ്രസ്സൊക്കെ പുറത്ത് തന്നെ ഉണ്ട്. ഉണ്ടോ? അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ അവിടെ താഴത്തൊക്കെ അവരുടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടല്ലോ, താഴത്തും മുകളിലൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോയതൊക്കെ ആയിരിക്കും. കുട്ടികളെന്തായാലും നല്ല. പക്ഷെ എൻ്റെ പ്രതീക്ഷ പാളി. ഞാൻ വീട്ടിൽ വന്നപാടെ പിള്ളേർക്ക് ഉപ്പുമാവും മറ്റേത് എന്തെങ്കിലും ചായക്കടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു പങ്ക് നമുക്ക് എടുക്കാനൊക്കെ വിചാരിച്ചു. അത് പാളി കൊയിനെയ്യാ ഇതാ. ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മളെ മക്കളെയൊക്കെ ഒന്ന് കടയിലേക്ക് പറഞ്ഞയക്കണമെങ്കിൽ തന്നെ എത്ര ആലോചിക്കും. ഒറ്റക്ക് വിടണോ അതോ എന്നൊക്കെ ആലോചിക്കില്ലേ. ജസ്റ്റ് ഒരു 200 മീറ്റർ അപ്പുറത്തേക്കുള്ള സ്ഥലത്തേക്ക് വിടണമെങ്കിൽ ഇതിപ്പോൾ എവിടുന്നാണ് ആ കുട്ടിയുടെ ഒറ്റക്ക് കാടും കയറി ഇറങ്ങി. 5 or 6 വയസ്സാട്ടോ മാക്സിമം ഉണ്ടാവുക. അത്രയും ചെറിയ കുട്ടികൾ. ഓ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ലൈഫ്. ഇവർ പിന്നെ ഇതിങ്ങനെ നടക്കാൻ തുടങ്ങിയ പ്രായം മുതൽ ഈ വഴിക്ക് ഇങ്ങനെ നടക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതൊന്നൊരു കുഴപ്പമുണ്ടാവില്ല.
ഇതേ അവിടെ അവരുടെ തൊഴുത്തുണ്ട് കേട്ടോ. 2-3 പശുക്കളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അവർ വൈക്കോലൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട്. വാട്ടർ ടാങ്ക്. ഇതൊരു ആട്ടും കൂടാണ് കേട്ടോ. വളരെ ചെറിയ വീടാണ് കേട്ടോ. താഴത്തെ ആ ഒരു വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു മുള കൊണ്ടുണ്ടാക്കിയൊരു കുഞ്ഞു വീടാണ്. ഈ മലയുടെ ഏറ്റവും മുകളിലാണെന്ന് തോന്നുന്നു അവൻ്റെ വീട് എന്ന് ഞാൻ താഴെന്ന് പറഞ്ഞില്ലേ, അത് പരമാർത്ഥാണ് കേട്ടോ. ഇനി കയറിപ്പോട്ടെ നമ്മൾ മല കവിഞ്ഞ് അപ്പുറച്ചാടും. അതാ പറഞ്ഞതേ. ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അവസാനം ഏറ്റവും ഈ മലയുടെ ഏറ്റവും തുഞ്ചത്ത് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതാണ് എൻ്റെ ടോപ്പ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ മല കാണുന്നുണ്ട്. ഇവിടെ ഒരു കുളം ഉണ്ടല്ലോ. ഇവിടെ ഒരു കുളം. എന്താ പരിപാടി? മീൻ വളർത്താണോ? നമസ്തേ. നമസ്തേ. അവിടെ ആരോ ഉണ്ട്. യേസ്, ആൾ യൂണിഫോമൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് ഇറങ്ങിട്ടോ. അവൻ്റെ പുറകെ പിന്നെ ഇങ്ങനെ മുകളിലേക്ക് വന്നപ്പോൾ മുകളിൽ വേറൊരു വീട് കേട്ടോ. ഇത് ആക്ച്വലി അവരുടെ അടുക്കളയാണ്. ഇതല്ല വീട്. വീട് ദേ ഇപ്പുറത്താണ്, ഈ കാണുന്നതാണ്. അപ്പോൾ അവിടെ ചേച്ചി നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇത് അവരുടെ തറവാടാണെന്നാണ്. അല്ലേ? തറവാട്ട് വീടാണ്. ഇതായിരിക്കും ലാസ്റ്റ് വീട് അല്ലേ? ഇനി മേലക്ക് ഈ സൈഡിലേക്കുള്ളൂ. ആ സൈഡിലേക്ക് ഈ മല അവസാനിക്കുകയാണ്. ഈ മല അങ്ങോട്ട് ഓ മല. ഇവർക്കും കൃത്യമായിട്ട് ഭാഷ മനസ്സിലാവില്ലേ? ഇവരൊന്നും പുറത്ത് തീരെ അധികം ഇടപഴകുന്നില്ലല്ലോ. അതുകൊണ്ട് നേപ്പാളി മാത്രമേ കറക്റ്റ് അറിയുള്ളൂ. നമുക്ക് ഈ മലയുടെ അപ്പുറത്തൊന്ന് പോയിട്ട് വരാം. നമുക്ക് ഈ വീടിന്റെ സൈഡിൽ കൂടി ഒന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെ വേറെ എന്തൊക്കെയുണ്ടല്ലോ. സ്കൂളോ? ഇവിടെ സ്കൂളോ? വർക്കിംഗ് അല്ല, മുൻപ് വർക്ക് ചെയ്തിരുന്ന സ്കൂളായിരിക്കും അല്ലേ? എന്നാലും ഇവിടെ ഇങ്ങനെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കൂലല്ലോ. ഇത് ചെറിയ LP സ്കൂളൊക്കെ ആയിരുന്നിരിക്കൂലേ? സ്കൂളേ അഭി ചാലുനേ. അവന് ഓടിപ്പോയിട്ട് ആ സ്കൂളിൻ്റെ ഒരു ക്ലാസ് റൂമിൻ്റെ ഡോറ് തള്ളി തുറന്ന് അകത്ത് കയറിട്ടോ. ഇതാണ് പരിപാടി. ഇത് ഒരു സ്ഥിരം കളിക്കുന്ന സ്ഥലമായിരിക്കേ. നേരെ ഓടിയത് ഇങ്ങോട്ടാട്ടോ. ഒരു ചെയറുണ്ട് അവിടെ, അതിലിരുന്ന് കളിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ആള്. ഇത് കണ്ടോ, ഈ സ്കൂളിൻ്റെ ഈ അറ്റത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ കണ്ടോ, ഇവിടെ ഈ മല അവസാനിക്കുക കേട്ടോ. കണ്ടോ, ഇനി അപ്പുറത്ത് അത് വേറെ മല, ഇത് വേറെ മല. ഇതാ അവിടെ ഒരു വീടും കൂടി കാണുന്നുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് അവസാനത്തെ വീടായിട്ട് അത് പ്രഖ്യാപിക്കാം അല്ലേ? കുറേ നേരമായി അത് അവസാനത്തെ വീട് എന്ന് പറയുന്നു. നമുക്ക് അവസാനിപ്പിക്കാം. ഇത് മുതലാവത്തില്ല. അതായത് ഈ മലയുടെ ഒരറ്റാണ് കേട്ടോ ഇത്. ഈ ഭാഗം അങ്ങോട്ട് ഈ മല ഇനിയും പരന്ന് കിടക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് അങ്ങനെ. അപ്പോൾ അങ്ങോട്ടൊക്കെ വീടുകൾ ഇനിയും കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു വീടൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ വലിയ പണിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സ്കൂളൊക്കെ ഇവിടെ എങ്ങനെ പണിതൂന്ന്. വീടുകൾ പിന്നെ ഇവർ ഈ മുളയും മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിയുന്നത്. ഈ സ്കൂള് സിമെൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് പണിത സാധനമാണ്. ഇങ്ങോട്ടൊക്കെ സിമെൻ്റ് എത്തിക്കണമെങ്കിലേ അല്ലേ? ഒരു ചേച്ചി നമ്മളെ കണ്ട് ഇറങ്ങി വന്നാട്ടോ. അവർക്ക് നേപ്പാളി മാത്രമേ അറിയുള്ളൂ. നേപ്പാളി മാലുന്നേ കമ്പനി. കൊച്ചിന്റെ അമ്മ വന്നിട്ട് ഹൈദരാബാദിലാണ് ഉള്ളത്. അവിടുത്തെ ഏതോ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ വന്നിട്ട് ഡാർജിലിംഗിലാണ്. അവിടെ ഏതോ ഒരു കമ്പനിയിൽ എന്തോ ജോലി ചെയ്യാണ്. എന്തായാലും വലിയ മെച്ചമുള്ള ആണെന്ന് തോന്നുന്നില്ല. കാരണം അവർ വീടൊക്കെ കണ്ടപ്പോൾ ചെറിയ വീടൊക്കെയാണ്. അപ്പൊ മോൻ ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇത് മോന്റെ അമ്മയുടെ അമ്മയാണ് ഇത് അല്ലേ? ഇവരുടെ മകളുടെ കുട്ടിയാണ് ഇവൻ. അൻമോൻ. ഓക്കെ. 1.5 മണിക്കൂർ എടുത്താലെന്താ, ഏറെക്കുറെ ധാരണ കിട്ടി. ആ മോൻ ആരുടെ മോനാന്നെങ്കിലും മനസ്സിലായല്ലോ അല്ലേ? ചില്ലറ പണിയൊന്നല്ല കേട്ടോ. ഇവിടെ ഈ തറവാട് വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല വലിയൊരു വീടാണ് കേട്ടോ. ഈ മലയുടെ മുകളിൽ ഇങ്ങനത്തെ ഒരു വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡാണ്. ഇനി എന്താ പരിപാടി? ചായ വന്നില്ല. ചായ അല്ല, പോവല്ലേ നമുക്ക്. വൈകി കഴിഞ്ഞാൽ പിന്നെ ആ വഴി കൂടി പോകാൻ പറ്റും. ശരിയാ. ഇപ്പൊ വീടനെ ജീവജലം. 2 സുഹൃത്തുക്കൾ ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. അവര് നമുക്കൊരു ഓറഞ്ച് തന്നു. ഓക്കെ. आपका घर नीचे? स्कूल बंद हो गया. वो स्टूडेंट कम है ना इसलिए. ओके. ഏറെക്കുറെ നമ്മൾ പറഞ്ഞ കറക്റ്റാ. आपका नाम? मेरा अस्मिल राय. अस्मिल राय. Okay, nice to meet you. Okay, same to you. Okay, bye. Okay, bye. നമ്മൾ പറഞ്ഞ കറക്റ്റാണ്. കുട്ടികളില്ലാത്തതുകൊണ്ട് പൂട്ടിയാണ് സ്കൂള്. പിന്നെ ആ സ്കൂളിന്റെ മുമ്പത്തെ ഗ്രൗണ്ടില്ലേ, അവിടെ വോളിബോൾ കളിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇത്രയും മല കയറിയിട്ട് വേണം കളിക്കാൻ പോവാൻ അല്ലേ?
അത് ചിന്തിച്ച് നോക്കുക, താഴെ എവിടെയും ഗ്രൗണ്ട് ഇല്ല, മലയുടെ മേലെ ഗ്രൗണ്ട് ഉണ്ട്. പൊതുവേ ഉണ്ടല്ലോ നമ്മൾ നോർത്ത് സിക്കിമിൽ തീരെ പരന്ന സ്ഥലങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. സമതല പ്രദേശങ്ങൾ ഒട്ടും കണ്ടിട്ടില്ല, ഫുള്ള് കുന്നും മലയൊക്കെ തന്നെ. പക്ഷെ ഇവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം യോക്സോമിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും കുറച്ചൊക്കെ പരന്ന സ്ഥലങ്ങൾ കണ്ടുട്ടോ. ചെരിഞ്ഞ പരന്ന സ്ഥലം. ചെരിഞ്ഞ പരന്ന സ്ഥലം അവരങ്ങോട്ട് കേറി പോയതിനു ശേഷം അവിടുന്ന് ചാനലിന്റെ പേര് ചോദിക്കാണ്. എന്നാ പിന്നെ ഇനി ഓറഞ്ച് കഴിച്ചിട്ടാവാം അല്ലേ? എന്തോ ദൈവമായിട്ട് കൊണ്ടുവന്നു പറയുന്നത്. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ, ദാഹിക്കുന്നൊക്കെ ഉണ്ട്. അല്ല നമുക്ക് അവിടെ കുറച്ച് വെള്ളം കുടിക്കായിരുന്നു അല്ലേ? പക്ഷെ അവർ നമ്മൾ ചെന്നപാടെ പൂട്ടി ഇറങ്ങി താഴ്ത്തു വന്നല്ലോ. ആ ഞങ്ങളവിടെ സ്കൂളിൻ്റെ ഇതൊക്കെ കണ്ടു ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ആ മുത്തശ്ശിയും കൂടെ വരുന്ന കണ്ടു. പിന്നെ നോക്കുമ്പോൾ അവര് ഡോറൊക്കെ പൊട്ടി കവറൊക്കെ എടുത്തിട്ട് മോന്റെ കൂടെ താഴത്തേക്ക് ഇറങ്ങിട്ടോ. ഒന്ന് പെട്ടെന്ന് ആക്കുവോ? ഈ കഥ കഴിഞ്ഞ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പൊളിക്കാന്ന് വിചാരിച്ചിട്ടാ. ഇതുണ്ടല്ലോ നല്ല മണം. ഇത് മറ്റേ കീടമില്ലാത്ത ഓറഞ്ചായ. കീടം ഉണ്ടെങ്കിൽ ഒരു വിഷയമൊന്നുമില്ല, നോക്കണ്ട. അഥവാ കീടുണ്ടെങ്കിലോ? വാവ്, സൂപ്പർ ആണ്. സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ എന്താ അറിയോ? ഒരു പ്ലാനും ഇല്ല, വെറുതെ. എന്താ ഒരു പ്ലാനും ഇല്ലല്ലോ. ആ ഞങ്ങൾ അവിടുന്ന് യോക്സമിന്ന് ഇറങ്ങുകയും ചെയ്തു. എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങള് ആദ്യം ഒരു എന്താ സ്വരുൾ എന്താ സെറോൾ അങ്ങനെ ഒരു സ്ഥലം അങ്ങോട്ട് മാപ്പ് ഇട്ടിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങള് ഉദ്ദേശിച്ച റോഡായിരുന്നില്ല അത്. ഞങ്ങള് തലേ ദിവസം രാത്രിയിൽ അങ്ങോട്ട് വന്ന വഴി ഉണ്ടല്ലോ, ആ മോശം റോഡ്, അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോയത്. പക്ഷെ കറക്റ്റ് ആ റോട്ടിൽ കൂടി തന്നെ ഞങ്ങൾ തിരിച്ചു വന്നത്. അതേ വഴി കൊണ്ടുവന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈ കുട്ടികളെ കാണുന്നത് കേട്ടോ. അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ സമയം ഇപ്പോൾ കുറച്ച് തന്നെ ഇരുട്ടാവും ചെയ്യും. എവിടെയെങ്കിലുമൊക്കെ ഒരു തല ചായ്ക്കാൻ ഒരു ഇടം വേണ്ടേ? വലിയ ടൗൺ അടുത്തൊന്നും ഇല്ല. വലിയ ടൗൺ വേണമെന്നില്ല, ഒരു കട്ടിൽ ഒരു മുറി, അങ്ങനെ സിനിമന്റെ പേരാ. അതൊരു സിനിമന്റെ പേരായിരുന്നു. നമ്മളിപ്പം ബൈക്ക് വെച്ച സ്ഥലത്തെ അവിടെ ഒരു കട്ടിലും ഒരു മേശയൊക്കെ ഇരിപ്പുണ്ട്. ആ മറ്റേ കുപ്പിയും കുറെ കുപ്പി ഇരിപ്പുണ്ട്. തൊലി വരെ കഴിച്ചു തുടങ്ങിട്ടോ ഓറഞ്ചിന്റെ. ചോറ് വാങ്ങിച്ചാ. നമ്മളിവിടെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിലും ഒക്കെ ഈ ഒരു സാധനം എല്ലാ പ്രാവശ്യവും ഉണ്ടാവും കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇവർക്കൊക്കെ മിക്കവാറും തന്നെ ആയിരിക്കും എല്ലാ നേരത്തും ഭക്ഷണം. എല്ലാ വീട്ടിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. താഴെ വന്നപ്പോൾ നമ്മുടെ ജിനിസി കുട്ടി ഇവിടെ ഈ വീട്ടിൽ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്തോ വർക്ക് നടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ വീട്ടിലാണ് ഈ കുട്ടി. അപ്പോൾ ഇത് ആരുടെ വീടാ? ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയല്ലോടെ. അതെന്താ പെട്ടിയിൽ പട്ടിയാണോ? ആ അത് ശരി. ആള് പുറത്തേക്ക് പോയി. പേര് കിട്ടി. അതാ അതിനടുത്ത് ഒറ്റ ഇടല്ലേ അങ്ങോട്ട്. പതുക്കെ ജിൻസി കുട്ടി ബൈ. ആ വാലിപ്പ് തെറിക്കുമ്പോ പിടിച്ചാട്ടോ. ഇതെന്തൊരു വാലാട്ടിലത്, മൂടോടെ ആട്ടുവാണ്. എന്തുവാടേ? അങ്ങനെ ആ കാടും മലയൊക്കെ താണ്ടി നമ്മൾ ബൈക്ക് വെച്ചില്ലേ ആ കടേൻ്റെ അവിടെ എത്തിയിട്ടോ. ഇനിയിപ്പോൾ എന്താ പ്ലാൻ എന്ന് നോക്കട്ടെ. നമ്മുടെ മോൻ്റെ അമ്മയുടെ അമ്മ നമ്മളവിടെ നിന്ന് കണ്ട ആൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഷോപ്പിലുണ്ട്. ഇവരൊക്കെ സാധനം വാങ്ങുന്ന കടയായിരിക്കും അല്ലേ ഇത്? യെസ്. ഹലോ. ഈ കട ശരിക്കും നമ്മളിപ്പോൾ പോയ റണക് വില്ലേജിലത്തെ ആൾക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ നമ്മുടെ ആ മുത്തശ്ശിയുടെ കൂടെ കൊച്ചുമകൻ വന്നില്ലേ, അവിടെ റൂമുണ്ട്, അതിനകത്ത് വിശ്രമിക്കുന്നു. അവിടെ വേറെയും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ. ആ മല ഇറങ്ങി വരുമ്പോഴേ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനുള്ള സ്പേസ് കിട്ടുന്നത് നല്ലതല്ലേ. കണ്ടോ ഈ പുള്ളിക്കാരൻ്റെ വാല് ഇങ്ങനെ തന്നെ കേട്ടോ, ഇത് ഓഫാവില്ല. അവിടെ ഇരിക്കുമ്പോൾ പോലും വാല് ആട്ടുന്ന പരിപാടി നിർത്തുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം കുറച്ച് ദൂരം നല്ല മോശം റോഡായിരുന്നു. പിന്നെ കുറച്ചൊക്കെ പോയതിന് ശേഷം വീണ്ടും റോഡ് ഭയങ്കര മോശമായി. അതിന് ശേഷം പിന്നെ റോഡ് മോശമായെന്ന് പറയാൻ പറ്റില്ല, കാരണം പിന്നെ റോഡില്ലായിരുന്നു. അങ്ങനെ കുറേ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ പ്ലാൻ വന്നു കേട്ടോ. ഡാർജിലിംഗ് പോകാൻ തീരുമാനിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊരു ഐഡിയ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഡാർജിലിംഗിലേക്ക് വിട്ടു. ആ റോഡ് അതിനേക്കാളും ഭയങ്കര കോമഡി ആയിരുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് എങ്ങടെ പോകുന്നതെന്ന് അറിയാത്ത രാത്രിയിൽ അങ്ങോട്ട് പോയ കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനത്തെ റോഡ് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അല്ലേ. ഈ വളവൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വലിയ വണ്ടിയൊന്നും കയറാൻ പറ്റില്ല. അങ്ങനത്തെ ചെറിയ റോഡും വളവൊക്കെ ആയിട്ട് വെട്ടി വളച്ച് വെച്ചേക്കും. ഒരു 10 പ്രാവശ്യം എങ്കിലും മിനിമം ഞാൻ ഇറങ്ങിയിട്ടാണ് നമ്മൾ വണ്ടി കയറ്റിക്കൊണ്ടിരുന്നത്. അതായത് റോഡ് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഒരുപാട് ലേറ്റായിട്ടല്ല, രാത്രി ഡാർജിലിംഗ് എത്തി. അവിടെ റൂം എടുത്ത് ഓർമ്മയുണ്ട്. അങ്ങനെ കിടന്നുറങ്ങി, ഒട്ടും വയ്യായിരുന്നു. രാവിലെ ഇന്ന് നമ്മൾക്ക് ഡാർജിലിംഗിൽ എവിടെയൊക്കെ കറങ്ങാനുള്ള പ്ലാനിലായി നിന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. 1 മണിക്കൂർ തിരഞ്ഞിട്ടും ബൈക്ക് പാർക്ക് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് കണ്ടില്ല. പിന്നെ തിരിച്ചു പോയിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുള്ള് ബ്ലോക്കും. ഒരു വൃത്തികെട്ട സ്ഥലമാട്ടോ ഡാർജിലിംഗ്. ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. വണ്ടിയും കൊണ്ട് ഒരിക്കലും നമ്മൾ ഡാർജിലിംഗ് പോകാൻ പാടില്ല. ടൂർ പാക്കേജിലൊക്കെ പോയാൽ തിരക്കില്ല, അവർ നോക്കിക്കോളൂ. നമ്മൾ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല. പിന്നെ നിങ്ങൾ അത്രയും വലിയ ഹോട്ടലിലൊക്കെ റൂം ബുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെടും. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ തന്നെ പോയിട്ട് റൂം ചെക്കൗട്ട് ചെയ്ത് ബാഗൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓടി ഇപ്പം നേപ്പാളിന്റെ ഏകദേശം ബോർഡർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇന്നലെ ഇറങ്ങുമ്പോൾ നമുക്ക് സിക്കിമിൽ തന്നെ ആയിരിക്കും ഇന്നലത്തെ ദിവസം എന്നായിരുന്നല്ലോ പ്ലാന്. പക്ഷേ നമ്മൾ രാത്രിയിൽ വെസ്റ്റ് ബംഗാൾ എത്തി. ഇപ്പോൾ നമ്മൾ ഡാർജിലിംഗിൽ നിന്ന് മിറിക്കിലേക്കുള്ള റൂട്ടിൽ മനെ ബജാങ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് കേട്ടോ. അവിടുന്ന് റൈറ്റിലേക്ക് ഒരു 6 കിലോമീറ്റർ വന്നിട്ട് നമ്മളിപ്പോൾ ആ സ്ഥലത്ത് എത്തിട്ടോ. അല്ല, മനെ ബജാങ്ങിൽ ഇപ്പോൾ എത്തി. നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന മനെ ബജാങ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ആ സംഭവം ഞാൻ കാണിച്ചു തരാം, ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബോർഡ് കാണുന്നുണ്ട്, യു ആർ വെൽക്കം ടു നേപ്പാൾ. അതെന്താ ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇവിടുന്ന് നേപ്പാളിലേക്ക് കുറച്ചുള്ളൂ. ഇവിടെ ബോർഡർ അടുത്താണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ഇവിടെ എഴുതി വെക്കാനുള്ളൊരു കാരണം ഏ ബോർഡർ ഓക്കെ. ശരി, അതൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഈ ബോർഡ് കണ്ട സ്ഥലം നേപ്പാളാണ്. പുള്ളി പ്രത്യേകം പറഞ്ഞെന്താ അറിയോ, അതെ നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് നിങ്ങൾ ഒരു കാലം നേപ്പാളിലും ഒരു കാലം ഇന്ത്യയിലാണ്. അല്ല, നമ്മൾ ഇങ്ങനെ കുറെ സ്ഥലം കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സ്ഥലം കണ്ടപ്പോ ഒരു ടൗണിന് വലിയ സെപ്പറേഷൻ ഇല്ല. നോക്ക്, 2 രാജ്യങ്ങളുടെ ടൗൺ ആണ്, ഒരു സെപ്പറേഷൻ. അടിപൊളിയല്ല ഇങ്ങനെ സംഗതി. ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ചെറിയ എന്തോ ഇതുണ്ട്. ഇവിടെ ഒരു സംഗതി ഉണ്ട്, പക്ഷെ അവർ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നടന്നൊക്കെ പോകാനൊക്കെ പറ്റും. 2 രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അഴുക്കിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലേ. എല്ലാ ബോർഡറും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ അല്ലേ. കണ്ടോ, ഈ പച്ചക്കറിക്കട നേപ്പാളിലാണ്. ഓക്കെ 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 അവരോട് ചോദിക്കാം. അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം മുമ്പ് മിറിക്കിൽ വന്നിട്ട് മിറിക്കിന്ന് ഡാർജിലിംഗ് പോണ വഴിക്ക് പോയിട്ട് ഈ പശുപതി നഗർ എന്നൊക്കെ പറയുന്ന നേപ്പാളിന്റെ ബോർഡറിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം ആ ബോർഡ് കണ്ടപ്പോ വെൽക്കം ടു നേപ്പാൾ ചോദിച്ചപ്പോഴാണ് ഇത് നേപ്പാളാണെന്ന്. അത് ഭയങ്കര രസമായിട്ട് എന്തായാലും. അപ്പൊ ഈ സ്ഥലത്തേക്ക് വന്നപ്പോ അതൊരു വർത്തായി. ഇനി അവളെ മറ്റേ സംഭവം കൂടി കാണണം. ഇനിയിപ്പോ സംശയം ഏതാണെന്നറിയാമോ, ഇതിന്റെ ഈ റോഡിന്റെ ആ സൈഡ് ഈ സൈഡ് നമ്മൾ രാജ്യത്തിന്റെ അതിർത്തി ഉണ്ടോന്നുള്ളത്. ടോട്ടൽ കിतना गाड़ी है लॉन्ग ट्रैवल? हमारा लैंड रोवर अभी 32 है. 32 लैंड. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ പറഞ്ഞതെന്ന് അറിയോ, നമ്മൾ ഡാർജിലിംഗിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ സുധി പറഞ്ഞു കേട്ടോ, ഇവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ ഒരു പ്രത്യേകതരം വണ്ടി ഉണ്ടെന്ന്. അതായത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതായത് ലാൻഡ് ഓഫ് ലാൻഡ് റോവേഴ്സ് എന്നാണ് കേട്ടോ ആ സ്ഥലത്തിന് പറയുന്ന പേര്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മനെ ബജാങ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 52 കിലോമീറ്റർ ദൂരമുള്ള ഒരു വില്ലേജാണ്. ആ വില്ലേജിലേക്ക് പോവാന് സാന്താക്പു എന്നാണ് മെയിൻ ഏരിയ പറയുന്നത്. സാന്താക്പു അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ വീണ്ടും ഹൈറ്റ് കയറി പോകാൻ പറ്റും. 13,000 അടിയോളം ഉയരത്തില് ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ആ സ്ഥലത്തേക്ക് പോവാൻ ഇപ്പൊ പല വണ്ടികളുണ്ട് കുറച്ചൊക്കെ. പക്ഷെ കുറെ കാലം ഒരുപാട് വർഷങ്ങളോളം അങ്ങോട്ട് വെറും ലാൻഡ് റോവേഴ്സ് മാത്രം ഓടിയിരുന്ന ഒരു കാലമുണ്ട്. അന്ന് ലാൻഡ് റോവേഴ്സ് മാത്രമേ അങ്ങോട്ട് കയറിയിരുന്നുള്ളൂ. അപ്പൊ ഇന്നും 75 വർഷം പഴക്കമുള്ള 32 ലാൻഡ് റോവറുകൾ, അതായത് ലാൻഡ് റോവറിന്റെ ഫസ്റ്റ് സീരീസിലുള്ള 32 വണ്ടികൾ ആ റൂട്ടിൽ ഇന്നും സർവീസ് നടത്തുന്നു.
അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ അപ്പൂപ്പന്മാര് വണ്ടി വണ്ടി അപ്പൂപ്പന്മാര്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോ 1948 ലാൻഡ് റോവർ ഫസ്റ്റ് സീരീസ് ഇറക്കുന്നത്. അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ 76 വർഷം പഴക്കമുണ്ട്. അങ്ങനത്തെ വണ്ടി ഇതാ നമ്മൾ നേരെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട്. അത് ശരി. ഷങ്ഡപ്ഫോ, ദ ലാൻഡ് ഓഫ് ലാൻഡ് റോവേഴ്സ്. ലാൻഡ് റോവർ കമ്പനി അവരുടെ ഒഫീഷ്യൽ വീഡിയോയിൽ ഫീച്ചർ ചെയ്തിട്ടുള്ള ഈ ഗ്രാമവും അവിടുത്തെ ലാൻഡ് റോവേഴ്സിൻ്റെ കഥയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.